ഹലോ ഗൈസ്, ഈ കാണുന്നതാണ് എൻ്റെ 2 കൂട്ടുകാരന്മാരും കൂടെ തുടങ്ങിയിട്ടുള്ള ബിസിനസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. ലേണപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഇനാഗ്രേഷൻ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫുൾ കറക്കത്തിലായിരുന്നു. കണ്ണൂർ, കാലിക്കറ്റ്, മലപ്പുറം ഇവിടെ എല്ലാം ഞങ്ങളുടെ കോളേജിൻ്റെ എക്സ്പോ നടക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനാഗ്രേഷൻ വരാത്തതിൻ്റെ തെറിവിളിയൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കലാണ്. അവിടെ പോയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ദിവസം വ്ലോഗും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സമാധാനിച്ചിട്ടില്ലേ, അയ്യോ കുറേ ദിവസമായിട്ട് കാണുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ എല്ലാം വ്ലോഗ് പുറകെ വരുന്നതായിരിക്കും. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ബുജ്ജി. ഇതാണ് രോഹിത്, ഇവനാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. എന്നിട്ട് അവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് ഞാൻ ചെയറിൽ കയറിയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കില്ലേനെ. നമുക്ക് സമയം പോകണ്ടേ, അല്ലാണ്ട് എന്താ. ഞാൻ പിള്ളേരെ കൊണ്ട് ഫുള്ള് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എന്ത് ചെയ്യാനും ഇങ്ങനെയൊക്കെയല്ലേ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റുള്ളൂ. കണ്ട പിള്ളേരോടെല്ലാം പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടാ. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ രാജു. ഒറിജിനൽ എന്തോ നല്ല പേരൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ എല്ലാവരും മറന്നുപോയി. അങ്ങനെ ഞങ്ങളിതാ കഴിക്കാൻ കയറിയിരുന്നു. അണ്ണൻ അപ്പോഴും ഒരു ബിസിനസ് തിരക്കിൽ തന്നെ. എന്താണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്? ഒരു ചിക്കൻ ബിരിയാണി എന്ന് പറയാൻ ഇവൻ എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നത് എനിക്കറിയില്ല. എന്ത് ചെയ്യാനാണ്, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ എല്ലാവർക്കും എന്നെ പേടിയാണ്. ക്യാമറ കാണുമ്പോഴത്തേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ. വേറിടണം, എല്ലാവർക്കും എന്നെ ഒടുക്കത്തെ പേടിയാന്നേ. പാവ ആ കോഴിക്കാരൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇപ്പോഴാണ് ആ കോഴി ശരിക്കും ചത്തത്. എന്ത് ചെയ്യാനാണ്. പക്ഷെ ഞാൻ ഫുഡ് കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ, എനിക്കിഷ്ടമായില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് ആ ബില്ലൊക്കെ പേ ആക്കി ഇറങ്ങാൻ നിന്നപ്പോൾ ആണ് കുട്ടുവിൻ്റെ ചോദ്യം. ആ ചോദ്യം കേട്ട ഞങ്ങളിത് തൊട്ടടുത്തുള്ള ബേക്കറിയിലേക്ക് ഷാർജ കുത്തി കയറ്റാനായിട്ട് പോയി. ഇപ്പോഴാണ് ഒരു ബിരിയാണി കുത്തി കയറ്റിയത്, എന്നാലും കുഴപ്പമില്ല. കണ്ടില്ലേ, 2 എണ്ണവും ഫോണിനകത്ത് തന്നെ. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പോക്ക്. യുവതലമുറ മൊത്തം ഫോണിന് അടിമകളാണ്. അവരുടെ സാധനം എത്തി, പക്ഷെ എൻ്റെ സാധനം നോക്ക്, വെറൈറ്റി അല്ലേ. അത് കണ്ടപ്പോഴത്തേക്ക് കുട്ടിനൊട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ. അങ്ങനെ ബിരിയാണിക്ക് ശേഷം അതും കാലിയാക്കിയിട്ട് ഞങ്ങളിതാ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് നടക്കലാണ്. നടന്ന് അവിടെ എത്തിയിട്ട് ഇവനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രാജു ആണെങ്കിൽ മിസ്റ്റർ പത്തനംതിട്ട ആവാനായിട്ട് ജിമ്മിൽ പോയിട്ട് ഒറ്റയടിക്ക് മസിലുത്തി പെരുപ്പിക്കാൻ നോക്കിയതാണ്. കൈ അനക്കാൻ പറ്റുന്നില്ലെന്നേ. അതുകൊണ്ട് ഞാൻ തന്നെ വണ്ടി എടുത്തത്. അങ്ങനെ ഞങ്ങളിതാ പത്തനംതിട്ട എത്തി. ഇവനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി.